സ്റ്റുഡിയോ ഫാഷൻസിൽ ഓഫറിന്റെ മറവിൽ വമ്പൻ തട്ടിപ്പെന്ന പരാതികൾ വ്യാപകമാവുകയാണ്. കേരളത്തിലും ഇന്ത്യയിലാകമാനം ടാറ്റ ഗ്രൂപ്പിന്റെ ഫാഷൻ സ്റ്റോറുകളാണ് സ്റ്റുഡിയോ. സ്റ്റുഡിയോയിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ പ്രത്യേക ഓഫർ പർച്ചേസ് നടത്തി 499 ഓഫർ ഇട്ട് വലിയ തോതിൽ കസ്റ്റമർമാരെ ആകർഷിച്ച് പല ഔട്ട്ലെറ്റുകളിലേക്കും വലിയ തോതിൽ യൂത്തുകൾ ഡ്രസ് എടുക്കാൻ വന്നപ്പോൾ ആ ഓഫറിന്റെ മറവിൽ നടന്നത് വമ്പൻ തട്ടിപ്പാണെന്നുള്ള പരാതികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ടാറ്റ ഗ്രൂപ്പിന്റെ പോലെയുള്ള സ്റ്റുഡിയോ എന്ന ഫാഷൻ സ്ഥാപനത്തിലും ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾ ഓഫറിന്റെ മറവിൽ നടക്കുന്നു എന്നറിയുമ്പോൾ കേരളത്തിൽ അത് വലിയ ഞെട്ടലുളവാക്കുന്നുണ്ട്. ഓഫർ എന്നതിന്റെ മറവിൽ എന്നാൽ ബില്ലിങ്ങിൽ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതാണ് പരക്കെ ഉയർന്നിരിക്കുന്ന ആരോപണം. ടാറ്റ ഗ്രൂപ്പ് ഒക്കെ ഓഫർ കൊടുത്ത് നാട്ടിലെ ജനങ്ങളെ നല്ല അന്തസ്സായി പറ്റിക്കുന്നുണ്ട് എന്നതിന് 2 ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സ്റ്റുഡിയോയുടെ വമ്പൻ ഓഫർ കണ്ട് പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് നല്ല ഒന്നാന്തരം പറ്റിയിലാണ് ഇതിന്റെ പുറകിൽ നടക്കുന്നത്. ഇൻസ്റ്റയിലെ കുറേ വീഡിയോസ് കണ്ടാണ് ഞങ്ങൾ അവിടെ പോയത്. പക്ഷേ വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായത്. ചില ഡ്രസ്സുകളിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വിലയും ബില്ല് ചെയ്തിരിക്കുന്ന വിലയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടായിരുന്നു. കാരണം 799 വിലയുള്ള ഒരു ഡ്രസ്സിന് 499 എന്ന സ്റ്റിക്കറാണ് അവർ ഒട്ടിച്ചിരുന്നത്. പക്ഷേ ബില്ല് ചെയ്തപ്പോൾ ഈ ഇളവുള്ള വിലയല്ല, യഥാർത്ഥ വിലയാണ് അവർ ഈടാക്കിയത്. ബില്ല് അടച്ചതിന് ശേഷം കണക്ക് കൂട്ടിയപ്പോഴാണ് ഈ വ്യത്യാസം ഞങ്ങൾ ശ്രദ്ധിച്ചത്. കാരണം നല്ല തിരക്കായതുകൊണ്ട് ആരും തന്നെ ഈ വിലകൾ കൂട്ടി നോക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് അതേ സ്റ്റിക്കറുള്ള മറ്റു ഡ്രസ്സുകളും പരിശോധിച്ചപ്പോൾ സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണെന്ന് കണ്ടെത്താൻ പറ്റി. ഇത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അറിയാതെ സംഭവിച്ചതാണെന്നാണ് മറുപടി ലഭിച്ചത്. റീഫണ്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ടെന്നും പറഞ്ഞ് വളരെ മോശമായി ഞങ്ങളോട് പെരുമാറി. കുറെ സംസാരിച്ച ശേഷമാണ് അവസാനം ഞങ്ങളുടെ തുക റീഫണ്ട് ചെയ്തു തന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഓഫറുകൾ കാണുമ്പോൾ ബില്ല് അടയ്ക്കുന്നതിന് മുമ്പ് ഓരോ സാധനത്തിന്റെ വിലയും ബില്ലിന്റെ തുകയും ഒന്ന് ഉറപ്പാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഞങ്ങളുടെ അനുഭവം മറ്റാർക്കും ആവർത്തിക്കാതിരിക്കാനാണ് ഇത് പങ്കുവയ്ക്കുന്നത്. ബില്ല് അടിച്ചു നോക്കുമ്പോൾ കാണുന്നത് കൂടുതലായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഒരു സംശയം തോന്നിയിട്ടാണ് നോക്കിയത്. തട്ടിപ്പിന്റെ പരിപാടിയാണല്ലോ അത്. ബില്ല് അടിച്ചു വന്നപ്പോഴത്തേക്കും 4200 രൂപ. പിന്നെ പോയി വീണ്ടും ഇത് ചെക്ക് ചെയ്തപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ ആൾക്കാർ പറ്റിക്കപ്പെടരുത്. ഹലോ ഗൈസ്, സ്റ്റുഡിയോയിൽ ഓഫർ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. ഞങ്ങൾ അങ്ങനെ ഓഫർ നോക്കിപ്പോയി. അപ്പോൾ കുറച്ച് 2-3 ടോപ്പും കുട്ടികൾക്കുള്ള ഡ്രസ്സും അങ്ങനെയൊക്കെ എടുത്ത് എല്ലാത്തിനും ഓഫറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ മനസ്സിൽ ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ എത്ര രൂപയാവുമെന്ന്. അപ്പോൾ ബില്ല് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും നല്ല ക്യൂ, മണിക്കൂറുകളോളം ബില്ല് ചെയ്യാൻ വേണ്ടി തന്നെ നിന്നു. അത് കഴിഞ്ഞ് ബില്ല് പേയ്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മനസ്സിൽ വിചാരിച്ച പൈസയുടെ ഇരട്ടിയായി. അപ്പോൾ ഞാൻ അവരോട് ബില്ല് വേണമെന്ന് പറഞ്ഞു. അവരാർക്കും ബില്ല് അവിടുന്ന് കൊടുക്കുന്നില്ല. തിരക്കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ബില്ല് ആർക്കും അവർ കൊടുക്കുന്നില്ല. അപ്പോൾ ബില്ല് നോക്കിയപ്പോഴത്തേക്കും ഓഫർ ഇട്ട് വെച്ച പല ഡ്രസ്സുകൾക്കും ഒറിജിനൽ പേയ്മെൻ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ ചെക്ക് ചെയ്തു. എന്നിട്ട് പറയാണ് ഇതിനൊന്നും ഓഫറില്ല, സ്റ്റിക്കർ മാറിപ്പോയതാണെന്ന്. അപ്പോൾ ഈ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാവരും ഇടിച്ചു കയറി ചെല്ലുന്നത്. എന്നിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയല്ലേ ഇവർ ചെയ്യുന്നത്. ബില്ലും അടിച്ച് പൈസയും കൊടുത്ത് എല്ലാവരും പുറത്തിറങ്ങി അങ്ങ് പോവും. ഇത്രയും സമയം ക്യൂ നിന്നിട്ടൊക്കെയാണ് ബില്ല് അടിക്കുന്നത്. അപ്പൊ അവരങ്ങ് പോവുകയല്ലേ, പൈസേന്റെ കാര്യമൊന്നും നോക്കൂല, ആരും ശ്രദ്ധിക്കുന്നില്ല. കണ്ടില്ലേ, 720 രൂപയുടെ ടോപ്പുകൾ അത് 499 രൂപ ഓഫർ ഇട്ടതിന് ശേഷം വാങ്ങിക്കഴിഞ്ഞാൽ ഓഫർ തുക കാണിക്കുകയും എന്നാൽ അണ്ടർഗ്രൗണ്ടിൽ കൂടെ തുക പഴയത് തന്നെ എടുക്കുന്ന ഒരു രീതിയും. എന്നിട്ട് ആ തട്ടിപ്പ് നടത്തിയത് കൈയോടെ പിടിച്ചപ്പോൾ അതിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത സാഹചര്യവും ഉണ്ടായതായി ബോധ്യപ്പെടുകയാണ്. പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ കാര്യങ്ങളെല്ലാം കൃത്യമായി അളന്നു മുറിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് പൈസ അധികമായി എടുക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബില്ലിംഗ് തുക വീണ്ടും ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ഓഫർ പ്രഖ്യാപിച്ചിരുന്ന സാധനങ്ങൾക്കെല്ലാം പഴയ വില തന്നെ ഇട്ട് അവർ കസ്റ്റമേഴ്സിനെ നല്ല അന്തസ്സായി പറ്റിക്കുകയായിരുന്നു. ഒരിടത്ത് ബില്ല് കൊടുത്തെങ്കിൽ മറ്റൊരിടത്ത് ബില്ല് കൊടുക്കാതെയുള്ള ചീറ്റിംഗ് ആണ് അരങ്ങേറുന്നത്. വൻകിട കമ്പനിയായ ടാറ്റയുടെ സ്റ്റുഡിയോയിൽ പോലും ഇത്ര വിശ്വാസ്യതയില്ലാത്ത രീതിയിൽ കസ്റ്റമേഴ്സിനെ തട്ടിക്കുന്ന പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അധികൃതർ കാര്യമായി ഇടപെടേണ്ടതാണ്. ബില്ലിങ്ങിന്റെ മറവിൽ ഓഫർ ഇട്ടതിന് ശേഷം ആൾക്കൂട്ടം എത്തുമ്പോൾ ബില്ല് കൊടുക്കാതെ വരെ അമിതമായി തുക ഈടാക്കുന്നു, ഓഫർ എന്ന ബോർഡ് വെച്ച് നാട്ടുകാരെ കബളിപ്പിക്കുന്നു എന്നതിന്റെ തെളിവായിട്ട് ഈ പ്രതികരണങ്ങൾ മാറുകയാണ്. സ്റ്റുഡിയോ പോലെ വിശ്വാസ്യതയുള്ള സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അവിടെ ഡ്രസ് വാങ്ങാൻ എത്തുന്ന മനുഷ്യരെ വിദഗ്ധമായി പറ്റിക്കുന്ന രീതിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്.